ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് എപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തിളച്ച വെള്ളത്തിലേക്ക് അല്പം പരിപ്പും കുറച്ച് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഒരല്പം ജീരകവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, റെഡി. ഇതാ, അതേസമയം നമുക്കിവിടെ ഒരു ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉള്ളി, അതുപോലെ നമ്മൾ ആദ്യം അരിഞ്ഞ് മാറ്റി വെച്ച മറ്റുള്ള പച്ചക്കറികൾ, വഴുതിരിങ്ങ, വെണ്ടക്ക, തക്കാളി, ഇവയൊക്കെ നന്നായി എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം സാമ്പാറിൽ ചേർക്കുന്ന നേരത്ത് ഇത് അധികം ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ സാധാരണയായിട്ട് ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അറിയാമല്ലോ, ഓരോ തരം വ്യത്യസ്ത രീതിയിലാണ് ഓരോ ആൾക്കാർ ചെയ്യാറ്. ഞാനിങ്ങനെ വെളിച്ചെണ്ണ സോട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വേവിച്ച കഷ്ണത്തിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഫൈനൽ ലുക്കിൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറികളൊന്നും അധികം ഉടഞ്ഞു പോകാതെ കിട്ടാറുണ്ട്. ഓക്കെ, ഇത് തന്നെ ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ, കഷ്ണങ്ങളൊക്കെ എല്ലാം കൂടി നല്ല രസമാണിത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നേ വേവിച്ച് വെച്ച ആ കഷ്ണങ്ങളില്ലേ, ആ കഷ്ണങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം, എന്തായി നമുക്കറിയാലോ. ഇതാ, ഇവിടെ പരിപ്പൊക്കെ വന്ന് നന്നായി അടിപൊളിയായി അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഉപ്പിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചു. ഒരു വിസിൽ കഴിഞ്ഞ് എടുത്ത് നോക്കാം. സെയിം ടൈം നമുക്ക് മസാലകൾ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ചു, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുന്നേ എടുത്ത് വെച്ച അരപ്പില്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞാൽ ആ അരപ്പ് നമ്മൾ നന്നായി മിക്സ് ആകുന്നവരെ ഇതാക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആഹാ, ഇപ്പം തന്നെ ഒരു ഭയങ്കര മണമാണ്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി മണമാണ് ഇപ്പോൾ വരുന്നത് ഗൈസ്, ഒരു രക്ഷയില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ച വെളിച്ചെണ്ണയിൽ വാട്ടി വെച്ച മറ്റ് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയം നമുക്ക് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി നമുക്ക് വീണ്ടും ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഗൈസ്, സാമ്പാർ ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, ഈ സമയം നമുക്ക് കടുകൊക്കെ വറുത്തിടാം. കടുക്, കറിവേപ്പില, മുളക്, അതിനുശേഷം മല്ലിച്ചപ്പും ആഡ് ചെയ്ത് സാമ്പാർ ഇത് റെഡി ആയിരിക്കുന്നു ഗൈസ്.